एक्टिंग करना सीख रही हूँ। फिल्म का नाम है डी डायरी ऑफ मणिपुर, जिसके डायरेक्टर है सनोज मिश्रा जी। वो अभी हमारे साथ ही है लेकिन बाहर है। मैं यहाँ केरला में आई, मुझे बहुत अच्छा लगा। पहली बार आई, फर्स्ट टाइम। मोनालिसा को बहुत डर था, बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे बहुत डर रहे, तो अभी ठीक है ना, डर सब कुछ ठीक हो गया, प्रैक्टिस हो गया ना। मोनालिसा ये फर्स्ट फंक्शन है ना आपका? फर्स्ट फंक्शन है केरला, तो हम केरला लोग भूल नहीं जाएगा। इट ഈസ് വെരി മച്ച് നോട്ടഡ്. ഇത് പിന്നെ സാം എന്റെ മരുമകനാണ്. ഇപ്പൊ ബിസിനസ്സിൽ ആളും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിസിനസിന്റെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് സാം. സാം പൈലറ്റ്. ഹലോ, ജസ്റ്റ് ഗെറ്റ് ഇൻട്രൊഡ്യൂസ്. ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താണ് ആദ്യമായിട്ട്. പുള്ളി പൈലറ്റാണ്. സിനിമയിലെ ഡയറക്ഷനും കുറച്ച് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ്. പിന്നെ ഈ വേളയില് നന്ദി പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ്. ഞാൻ ജയിലിൽ പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു. നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. അപ്പൊ അതിന് വിപരീതമായി ബിസിനസ് കൂടി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കാരണം ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി. എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ओ, ये वैलेंटाइंस डे में आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड की, स्पेशली मेड. थोड़ा उठाओ. ये बॉक्स में दिएगा तो आप लोग सब सोचेगा मैं ये धंधा कर रहे. ഒന്ന് തുറക്കും. ആരാ ഇതൊന്നും അപ്പോയില്ല, ഒന്നുമില്ലാവോ? ഇത് ഇടുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, पहनेगा ना, मॉडलिंग करेगा, മാർക്കറ്റിംഗ് പ്രൊമോഷൻ സബ് കുച്ച് കരേഗാ ना വിത്ത് പെർമിഷൻ. ഒന്ന് ഇട്ട് കൊടുത്തേ. ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിളാ. 10,000 ഉള്ളിൽ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ, എല്ലാവർക്കും വാങ്ങാവുന്ന ഒരു സ്പെഷ്യൽ കളക്ഷനാണ് മൊണാലിസ. സെന്റർ പിന്നെ ആദ്യം കാണിച്ചത് 10,000 രൂപയല്ല കേട്ടോ, അത് കുറച്ച് ലക്ഷങ്ങൾ വില വരുന്നതാണ്. തെറ്റിദ്ധരിക്കരുത്. ഒന്ന് ഇട്ട് കൊടുത്ത്, ഒന്ന് ബാക്കിലൊന്ന്. ഉദർ ഫേസ് मीडिया को थोड़ा फेस कर. अभी मोनालिसा मेरे को इनवाइट कर रहे महाकुंभ मेले में और वापस जाने के लिए, है ना. മൊണാലിസ നമ്മളെ ക്ഷണിക്കുകയാണ് മഹാകുംഭമേളയിലേക്ക്. വീണ്ടും നമുക്ക് ഒരുമിച്ച് പോകണമെന്നൊക്കെയാണ് പറയുന്നത്. പ്ലീസ്. മറ്റേ ഉണ്ടോ? നമ്മള് നേരത്തെ ഒരു കാറിൽ അവിടെ കറക്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഫാമിലിനെ ഒന്ന് വിളിച്ചിരിക്കുകയാണ്.
പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കിയ സെൽറ്റോസ് കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഹംസ എന്ന് പറഞ്ഞ ഫാമിലിക്കാണ്. സാമല്ലേ സാമെന്ന് വരും. കുറച്ച് ഇങ്ങോട്ട് നിന്നോ ഇതുവരെ ശ്യാമ അവിടെ ഉണ്ട്. അല്ല അവരിവിടെ അടുത്തുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരും ഇതുവരെ വന്നു. ശരി ശരി ഇത് കാറാ ഏതിന്റെ പ്രൈസ് അതാരും പറയുന്നില്ല. അതാ നമ്മുടെ കാറ് സ്വർണം വാങ്ങിയപ്പോ അല്ലെ, ഫ്രീ റാഫിൽ ഡ്രോ സ്വർണം വാങ്ങിയപ്പോ കാറ് ലഭിച്ചതാണ് ഒറ്റപ്പാലം ബ്രാഞ്ചില്. അവിടെ अरे सीखा है मेरा स्टाइल, ये मर्डोना है ना, मर्डोना का है ये मेरा स्टाइल. Conquer the world with love, love you everybody. എന്തെങ്കിലും ചോദിക്കാൻ? എനി ക്വസ്റ്റ്യൻസ്? ഡയമണ്ട് സെക്ഷൻ ഇപ്പോ നമ്മളൊരു സ്പെഷ്യൽ കളക്ഷൻ, വെരി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. 10,000 ഓൺവേർഡ്സ്. മറ്റേ ഡയമണ്ട് ഒക്കെ മിനിമം 25,000 വേണം. അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി അതർ ക്വസ്റ്റ്യൻസ്? പാട്ട് पूछता है थोड़ा गान 2 लाइन्स. माइक प्लेस माइक नहीं इसमें गाना 2-3 लाइन्स डालिए, कुछ भी आपका लैंग्वेज में. मेरा देश मेरा मुल्क मेरा ये वतन, शांति का उन्नति का प्यार का चमन, इसके वास्ते निसार है मेरा तन मेरा मन. ए वतन ए वतन ए वतन, जाने जा जाने मन. ओके मोनालिसा एकदम बोल्ड, नो टेंशन, कुछ भी नहीं है. तो बिल्कुल बॉलीवुड मूवी में आ जाएगा. डांस भी किया. हाँ, आप मूवी में जाने का पसंद है क्या? उसके बारे में क्या कुछ बोलने का? और मीडिया एक्साइटेड किया मैंने. हाँ, जिसके डायरेक्टर है सनोज मिश्रा जी, जो मुझे प्रयागराज में भी लेने आए थे. मैं प्रयागराज में नहीं मिली, बहुत लोगों की वजह से ज्यादा भीड़, उनकी वजह से बहुत परेशान थी. इनकी वजह से हमारे घर आए थे और फिल्म के लिए साइन करवाया. फिल्म का नाम है डी डायरी ऑफ मणिपुर और उनके डायरेक्टर है सनोज मिश्रा जी. अभी मैं थोड़ी सी एक्टिंग सीख रही हूँ. ओके. सो एक्टिंग लेने के लिए हाँ 3 महीना 3 महीने तक. हाँ, ये कैसे आप वायरल हो गया? कैसे इसका स्टार्टिंग कैसे है? वाला सबको मीडिया वाला- वाला सबको एक्साइटमेंट है, कैसे ऐसा हो गया? ये कितना 14 करोड़ और इससे ऊपर आदमी लोग 1 डे है ना, ये लॉटरी हो, इतनी बड़ी बात कैसे हो गया? मैं सब 812 किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया. आज एक दिन इंडिया का, दुनिया का सेलिब्रिटी एक दिन में हो गया. ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की. मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली चिपके से, वो वायरल हो गई. उठी पोया. हाँ, अभी ये आपका, इसके बाद आप सेलिब्रिटी हो गया ना, इसके बाद आपका वो माला वगैरह
बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते हाँ, फादर मदर कचौड़ा मिटला കളിയില്ല, അത് പാരന്റ്സ് ഇപ്പോൾ നടത്തുന്നുണ്ട്. मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമേലിക്കല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. आपको कोई लवर है? नहीं, कुछ भी नहीं. मम्मी तो पापा है. കേരള से कुछ प्लान है ऐसा? കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും, എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും? नहीं. अच्छा, तो बिजनेस करना बंद नहीं करना, बिजनेस चलना पड़ेगा. बड़ा दुकान करके हमको एकदम चेन ऑफ शॉप्स बिजनेस करेगी അല്ലെ? കച്ചവടം നിർത്തണ്ടല്ലോ അല്ലേ? अभी भी मेरी दुकान लगी हुई है महेश्वर माला द्राक्षी. ये फर्स्ट टाइम जा रहे हो उधर कुंभ मेला में? फर्स्ट टाइम गई थी पहली बार. इसके पहले किधर था ये सब? इसके पहले मैं- धंधा किधर कर रहे थे? राजस्थान, गुजरात सब जगह जाते थे मालव द्राक्ष बेचने के लिए. हाँ हाँ. अभी उधर सब किधर रास्ता में रोड पे? राजस्थान में जाते थे हम, जैसलमेर, बाड़मेर, चित्तौड़. गुजरात में जूनागढ़, भावनगर देखा. ഇവര് ഇത്രയും വർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിലൂടെയൊക്കെ പോയി കച്ചവടം ചെയ്തു. ഈ മാണിക്യക്കല്ല് കുംഭമേളയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്, ഇതിന്റെ തിളക്കം പിടികിട്ടിയത്. ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത്. സാഹചര്യം, ഞാൻ കുംഭമേളയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക, പിന്നെ അങ്ങനെ പല കഴിവുകളും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ, റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോവാനിരിക്കായിരുന്നു. പോവാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വൈറലായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നി പോണതിലും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചിട്ട്, കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടവരാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും. അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്നെനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും, ഒരു ജാടയില്ല. വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അപ്പൊ അതൊക്കെ വളരെ അട്രാക്ട് ചെയ്തു. ഉടനെ ഞാൻ പറഞ്ഞു അറ്റ് എനി കോസ്റ്റ് ആളെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം. ഇനിയിപ്പോ ആള്, ഞാൻ ഈ കഥ പറഞ്ഞു, ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആള് എന്നെ ക്ഷണിച്ചു, നമുക്ക് ഒരുമിച്ച് കുംഭമേള പോവാന്ന് പറഞ്ഞു. പക്ഷെ കുംഭമേളയ്ക്ക് പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും, പക്ഷെ ആൾക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അന്ന് കണ്ട ക്രൗഡും അവസാനം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് മൂടി വണ്ടി കയറ്റി കൊണ്ട്, നിങ്ങൾക്ക് അറിയുന്ന സീനാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടെ പോയിട്ട് ആൾക്ക് വല്ലതും പറ്റി അടുത്ത കേസിന് ജാമ്യം എടുക്കാൻ ഞാൻ ഇനി അവിടെ പോണ്ടി വരും. അതുകൊണ്ട് പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. കേരളത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ആളുടെ ആ ലോകം നാട് എന്നല്ലാതെ വേറെ ഒന്നും ഒരു പിടിയില്ല. ഇപ്പോഴാണ് ശരിക്കും ലോകം കണ്ട് അങ്ങനെ വരികയാണ്. ഭയങ്കര കഥ കേട്ട ഭയങ്കര ഇതാണ്. वो हमारी फिल्म के डायरेक्टर सनोज मिश्रा, जिसने मुझे फिल्म लिया. हाँ हाँ, आइए आइए, हमारा डायरेक्टर सनोज भाई किधर है? आइए आइए. यहाँ पे नहीं नहीं, बैठिए बैठिए, आइए. सनोज भाई डायरेक्टर, मुंबई से लखनऊ. वो एक मूवी पकड़ने के लिए, राइट जी, मूवी बना रहे. नाम क्या है मूवी का? ദ ഡയറി ഓഫ് മണിപ്പൂർ. ദ ഡയറി ഓഫ് മണിപ്പൂർ. ഓ, എന്തായാലും ഒരു സിനിമ വരട്ടെ. मेरे सिनेमा आने के टाइम हमको फ्री टिकट देना. विश यू गुड लक. Thank you so much. कुछ दो बोलिए कुछ. पहली बात तो मैं हिंदी में बोल रहा हूँ, आप लोगों को समझ में आएगा शायद. हाँ आएगा. जी. मलयाली लोग बहुत केरल आना educated. पहले भी हुआ मेरे, लेकिन इस बार आया हूँ तो बड़ा अच्छा लग रहा है. बहुत सारे लोग यहाँ कितने अच्छे हैं, इनका बिहेवियर बहुत अच्छा है. और खासतौर पर बाबी सर के बारे में जो मैंने अभी तक सुना था, जो मैंने जाना, तो मेरी लाइफ में तो मेरे ख्याल से पहले ऐसे इंसान हैं जो ह्यूमन बीइंग, मतलब एक इंसान के लिए काम करते हैं. और
ये मोना का पहला और मेरे ख्याल से अभी इधर इवेंट भी होने वाला नहीं, पहला इसकी लाइफ का इवेंट है ये जो इन्होंने अटेंड किया है अभी। बिकॉज ऑफ इनकी ट्रेनिंग अभी चल रही है फिल्म की, वर्कशॉप चल रहे हैं फिल्म के लिए। तो पहली बार इनका यहाँ पर आना हुआ और एक अच्छे इंसान के साथ कोलैबोरेशन हो रहा है आज, तो सबसे बड़ी खुशी की बात यह है। और मैं इसलिए साथ में हूँ क्योंकि मेरे ख्याल से अभी थोड़ा अनकंफर्टेबल फील करती है, उनको तैयार करके लाना, मुझे हर एक चीज समझाना बताना, जो भी आप लोगों के सामने आज बैठी हुई है, तो थोड़ा बहुत कोलैबोरेशन मेरा रहा है, कंट्रीब्यूशन मेरा रहा है इसमें। और ये मेरी फिल्म अभी है जिसको लेकर मैंने मोना के साथ में फिल्म प्लान किया हूँ, द डायरी ऑफ मणिपुर। ये फिल्म अगले महीने से शूट होने जा क्यों रही है। ऐसा आइडिया क्यों आ गया मणिपुर का डायरी? मतलब क्या सर कहानी क्या है? लव स्टोरी है फिल्म सर। लव स्टोरी? हाँ, लव स्टोरी फिल्म है। और सर रियल स्टोरी कुछ है इधर? हाँ, सॉरी, रियल स्टोरी कुछ रियल, था? हाँ, रियल इवेंट्स है सर। किसका? है एक फॉरेनर था बंदा लंदन का, हाँ। उसकी कहानी है। अच्छा। और एक गरीब लड़की है मणिपुर। हाँ, अच्छा। तो इस तरह से मैंने प्लान किया था पहले भी। एक्चुअल मेरी फिल्म पहले शूट पे जाने ही वाली थी, उसी बीच मैंने मोनालिसा ख्याल मेरे आया और मैंने फिर इसको फिल्म में कास्ट किया। वो कभी ये सब कभी हो गया? कितना साल पहले मणिपुर में? बहुत पुराना स्टोरी। वहाँ तो डिस्टर्ब है अभी। എവിടെ നമ്മുടെ വിയൽ ഇവിടെ ഉണ്ടോ? ഇല്ല ആളെവിടെയാണ്? മൊണാലിസ നേരത്തെ കളിച്ച കളക്ഷനുകളാണ് അതിന്റെ ഡയമണ്ടിനെ കുറിച്ചിട്ടൊന്ന് മീഡിയ. ഞാൻ പറഞ്ഞേ 10,000 മുതലുണ്ടെന്ന് പറഞ്ഞു കളക്ഷൻ. എന്നാലും ഒന്ന് ജസ്റ്റ് എന്തൊക്കെയാ കട്ട് അൺകട്ട് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണെന്നുള്ള ഒന്ന് മീഡിയ പറഞ്ഞു അവിടെ. നമ്മുടെ മൊണാലിസ കളക്ഷൻ ഇന്ന് ഫെബ്രുവരി 14 ആണ്, വാലന്റൈൻസ് ഡേ ആയിട്ടാണ് മൊണാലിസനെ കൊണ്ട് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞതുപോലെ 10,000 തൊട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് 18 ക്യാരറ്റ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻ. ഇപ്പോ മൊണാലിസ ട്രൈ ചെയ്തിരിക്കുന്ന കളക്ഷൻ ഇത് 10,000 രൂപ പറഞ്ഞത് 10,000 ആണ് ഈ കളക്ഷൻ വരുന്നത്. വിത്ത് പേഡ് കോമ്പിനേഷനിൽ റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡയമണ്ട് സ്റ്റഡഡ് ജ്വല്ലറി നമുക്ക് 10,000 തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10,000 തൊട്ട് 20,000 വരെയുള്ള കളക്ഷനുകളാണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ഫെദർ ലൈറ്റ് കളക്ഷനാണ് മൊണാലിസ നമ്മളിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ നടിമാരെയൊന്നും വിട്ടിട്ടില്ല. ഞാൻ എല്ലാവരും വിളിക്കും. എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി. അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവർ വിളിക്കും. അവരെ മോഡലിംഗ് ചെയ്യും, മാലിട്ട് കൊടുക്കുക, ഡാൻസ് കളിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ പണി. അതില് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും. അത്രേ ഉള്ളൂ. കേസ് കുഴപ്പമില്ല, അതിന് പോകുന്നു, അതിന്റെ വഴിക്ക് പോകുന്നു. ഇപ്പൊ കോടതിയിൽ ഇരിക്കുകയാണല്ലോ എന്നുള്ള അതിന് പോകുന്നു. എനി ക്വസ്റ്റ്യൻസ്? ഫോട്ടോ സ്റ്റെപ്പോ? ഡാൻസ് അവിടെ കഴിഞ്ഞു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം ഡാൻസ് ഒന്നും വേണ്ട എന്നുള്ളത്. ഒരു കയ്യകലത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ്. नमस्ते आप सबको।